എത്തി നോക്കിയിട്ട് വേണം പോകാൻ. അവിടെയുള്ള പെൺകുട്ടികളെ പോകുന്ന സമയം അറിയാമല്ലോ. 9 മണിക്ക് എനിക്ക് രാവിലെ 9 മണിക്കോട് എൻ്റെ ആംബുലൻസ് സേവയുടെ പ്രത്യേകത എന്താണെന്നറിയാം. എതിരെ വരുന്ന വാഹനങ്ങൾ മാറ്റിത്തരും എന്ന വിശ്വാസത്തിലാണ് ഞാൻ ആക്സിഡേറ്ററിൽ കാലമൊക്കെ വാഹനം വായിക്കുന്നത്. ആ വിശ്വാസം നഷ്ടപ്പെട്ടു തുടങ്ങുമ്പോൾ ഞാൻ പുറകിലോട്ടൊന്ന് നോക്കും. ജീവനക്കാരുടെ പറയും ആ വണ്ടിയിലുള്ള രോഗിയുടെ കൂടെ ഇരിക്കുന്ന ആൾക്കാരുടെയും മാനസികാവസ്ഥ കാണുമ്പോൾ ഞാൻ എൻ്റെ ജീവനങ്ങൾ മറക്കും. പിന്നെ മാർഗമല്ല പ്രധാനം, ലക്ഷ്യമാണ്. അതേപോലെ ആയിരിക്കണം നിങ്ങൾ. തിരിച്ചു കിട്ടും എന്ന വിശ്വാസത്തിലാണ്. ദിവസം തന്നെ വളരെ മനോഹരമായിട്ട് സ്ട്രെസ് ഫ്രീ ആയിട്ട് ജോലിയിൽ നിന്നൊക്കെ മാറിയിരുന്ന് ഇവിടെ വന്നിരുന്ന് ക്ലാസ് കൂടാൻ സാധിച്ചെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇപ്പം വളരെ മനോഹരമായിട്ടും ആർക്കും മനസ്സിലാകുന്ന രീതിയിലും വളരെ നല്ല രീതിയിൽ തന്നെയാണ് പറഞ്ഞു തന്നത്. ആ സംശയങ്ങളെല്ലാം കുറേ എല്ലാം മാറി. ഇനി കുറച്ചെല്ലാം ഇതെല്ലാം പ്രാക്ടിക്കലാകുകയും ചെയ്തു വരുമ്പോഴാണ് നമുക്ക് അതിൻ്റെ അകത്ത് പല സംശയങ്ങളും പിന്നീട് ഉടലെടുക്കുന്നത്. സെക്രട്ടറിയാണ്. ഞാനിതുപോലെ ക്ലാസ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചിന്തിച്ചു, ഒരു ദിവസം MSSനെ കുറിച്ച് ഇതിന് മാത്രം എന്തായിരിക്കും ക്ലാസ് എടുക്കാൻ, ബോറിംഗ് ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചാണ് വന്നത്. പക്ഷേ സമയം പോയത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ല. വളരെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. ഇനി പറഞ്ഞാൽ നമ്മൾ കൂടുതൽ പ്രായോഗികമായിട്ട് ചെയ്യുമ്പോഴാണല്ലോ കൂടുതൽ സംശയം വരും. അപ്പോൾ സാറുമായിട്ട് കോൺടാക്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ സാറിൻ്റെ ക്ലാസ് തിരുവനന്തപുരത്ത് വന്ന് കൂടിയിട്ടുള്ള ആളാണ്. അപ്പോൾ ആയതിനകത്തിൽ സാറിൻ്റെ ക്ലാസ്സാണ് നടക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ക്ലാസ്സിൽ വരാനായിട്ട് എനിക്ക് ഉത്സാഹം തോന്നിയത്. വളരെ രസകരമായ രീതിയിൽ യാതൊരുവിധ ബോറിങ്ങും ഇല്ലാതെ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് അതിൽ നമുക്ക് ലെഷർ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഒരു 1.5 മണിക്കൂർ മാക്സിമം. ബാക്കിയുള്ള സമയം മുഴുവൻ നമുക്ക് പ്രയോജനകരമായ കാര്യങ്ങൾ മാത്രം പറഞ്ഞു തന്ന് നമുക്ക് അറിവ് പകർന്നു സാറിന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ എൻ്റെ പേരിലുള്ള പ്രത്യേക നന്ദി അറിയിക്കും. ബന്ധപ്പെട്ടുള്ള ക്ലാസ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ചിട്ടി അതിനെപ്പറ്റിയുള്ള കാര്യം മാത്രമായിരിക്കും എന്നുള്ള ചിന്തയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ വന്ന് ക്ലാസ് കൂടിയപ്പോൾ തന്നെ ഒരു സംഘവുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതിൻ്റെ A to Z ഏകദേശം ഒരു ദിവസം കൊണ്ട് സാറിന് പറഞ്ഞു തരാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റവും മനോഹരമായിട്ട് നമ്മുടെ മനസ്സിൽ തട്ടുന്ന രീതിയിൽ, നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാത്ത രീതിയിൽ നമുക്ക് തന്നു എന്നുള്ളതാണ്. എനിക്ക് ക്ലാസ്സിലേക്ക് വരാൻ സാധിച്ചില്ലെങ്കിലും നമുക്ക് ഈ പറഞ്ഞ പോലെ MSS പുതിയൊരു എന്താ പറയുക സ്കീം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും സാർ ആദ്യം പറഞ്ഞ പോലെ രാവിലെ ചെയർമാൻ പറഞ്ഞ പോലെ നമുക്കറിയാം നമ്മളെല്ലാവരും ബാങ്കിൽ ഡയറക്റ്റ് ഇതുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകളാണ്. അപ്പോൾ നമുക്കിത് ലാഭകരമായിട്ട് നടത്തണമെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നതിനെ സംബന്ധിച്ച് നമുക്ക് സാറൊരു വളരെ വ്യക്തമായ ഒരു ധാരണ നമുക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ അല്ലാതെ നമ്മൾ GDCs സ്ഥലം കൂട്ടിയതുകൊണ്ടോ ആളുകളുടെ എണ്ണം കൂട്ടിയതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ നമ്പർ ഓഫ് ചിട്ടികൾ അല്ലെങ്കിൽ MSS നമ്മൾ നടത്തിയതുകൊണ്ടോ നമുക്ക് ഒരിക്കലും പ്രയോജനമല്ല. അപ്പോൾ അതെങ്ങനെയാണ് ലാഭകരമായിട്ട് നമുക്ക് നടത്താൻ പറ്റുന്നത് എന്ന് നമുക്ക് സാറ് അതിനെക്കുറിച്ചൊരു ഓവറോൾ ഒരു ഐഡിയ നമുക്ക് നൽകിയിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും വളരെ പ്രയോജനകരമായെന്ന് വീട്ടിൽ കൂടി ഓർക്കുന്നു. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ട്രെയിനിങ്ങിനുള്ള സെഷൻ നമ്മുടെ ഈ ബാങ്കിൽ ഇവിടെ പ്രവർത്തിക്കുന്നതെന്ന് എനിക്കറിയാം. ഇവിടെ എന്ത് സൗകര്യം ചെയ്യും നമുക്കുള്ള ചെറിയ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് നമ്മൾ ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുണ്ട്. ഇനിയാണെങ്കിൽ ഇതുപോലുള്ള ഗവൺമെൻറ് ക്ലാസ്സുകൾ നമുക്കിവിടെ നടക്കട്ടെ. നിങ്ങളെല്ലാവരും അതിൻ്റെ പങ്കാളികളാണ്. അതുപോലെ നമുക്ക് ഈ പറയുന്ന സാറിനെ പോലുള്ള നല്ല ആളുകളുടെ ക്ലാസ്സുകൾ നമുക്ക് കേൾക്കാനും അത് നമുക്കറിയാം കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളുടെ അവരുടെ എക്സ്പീരിയൻസാണ് നമുക്ക് ഏറ്റവും വലിയ അനുഭവ സമ്പത്താണ് നമുക്ക് കിട്ടേണ്ട ഏറ്റവും വലിയൊരു എന്താ പറയുക. അവരുടെ നമുക്ക് കാർന്നെടുക്കാനുള്ള അതാണ്. ഒരിക്കലും തിയറി പറയുന്ന പോലെയല്ല, അനുഭവ സമ്പത്ത് വളരെ വലുതാണ്. അപ്പം അത് കൂടുതലായിട്ട് അവർ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തികളാണ്. പല നമ്മുടെ ജില്ലയുടെ സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്ത് പല ജില്ലകളിൽ പോയി പല ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നവരാണ്. വളരെ ഈ പറയുന്ന അനുഭവങ്ങൾ നമുക്ക് ഒത്തിരിയേറെ ഗുണം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഇന്നിവിടെ എത്തിച്ചേർന്ന് പ്രത്യേകിച്ച് സാറിനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ നമ്മുടെ ഏറ്റവും മുതിർന്ന ആളുകളെ എനിക്ക് തോന്നുന്നു രാജചേട്ടനാണ് ഇവിടെയുള്ളത്. രാജചേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകൾ രാവിലെ പോലെ ക്ഷമയോടുകൂടി ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.